നമസ്കാരം. സംസ്ഥാനത്ത് നാളെ പോളിംഗ് നടക്കാൻ പോവുകയാണ്. എല്ലാവരും ഇപ്പോഴേ മനസ്സിൽ കുറിച്ചിട്ടുണ്ടാകും ആർക്കായിരിക്കണം തങ്ങളുടെ സമ്മതിദായ അവകാശം നൽകേണ്ടത്, ആ വോട്ട് വഴി ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ദിവസം നാളെ നടക്കാൻ പോവുകയാണ്. എന്തായാലും വിവിധ പാർട്ടികളുടെ നിശബ്ദ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നാളെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റേഷൻ കടകളോ മറ്റ് ബാങ്കുകൾ തുടങ്ങിയവ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. അത് ഒന്ന് ഓർക്കുക. സ്കൂളുകൾക്ക് അവധിയാണ്. അതായത് മറ്റ് പരീക്ഷകളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ബാങ്കുകൾക്കൊക്കെ അവധിയാണ്, റേഷൻ കടകളില്ല തുടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാനം നാളെ പൊതു അവധിയാണ് എന്നാണ് പറയുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെയും അവധി തന്നെയാണ്. എന്തായാലും സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിൽ എത്താനിരിക്കെ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടർമാരെ നേരിട്ട് കണ്ട് അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികൾ. ഇതിനിടെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടക്കും. അതത് മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള വിതരണ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതലാണ് വിതരണം ആരംഭിക്കുക. 48 മണിക്കൂർ സൈലൻസ് പീരീഡിനും പോൾ ദിവസത്തിലെ ഡ്രൈ ഡേ പ്രഖ്യാപനത്തിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 100 മീറ്റർ പരിധിയിൽ പ്രചാരണം, മൈക്ക്, ലൗഡ് സ്പീക്കർ ഉപയോഗം എന്നിവ കർശനമായി തന്നെ നിരോധിച്ചിട്ടുണ്ട്. പോൾ ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിംഗ് ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമ്മതിദായകർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് BLO നൽകിയ വോട്ടർ സ്ലിപ്പ് മാത്രം മതിയാകില്ല എന്നും വോട്ടറെ തിരിച്ചറിയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമാണ്. അതായത് പാസ്ബുക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങി നമ്മുടെ ഫോട്ടോയുള്ള ഏതാണോ ID കാർഡ് നമ്മുടെ കയ്യിലുള്ളത് അവയെല്ലാം തന്നെ എടുക്കുന്നതായിരിക്കും. എല്ലാമല്ല, ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വോട്ടേഴ്സ് കാർഡ് എടുക്കും, പാൻ കാർഡ് എടുക്കും, ആധാർ കാർഡ് എടുക്കും, നമ്മുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ബാങ്കുകളുടെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകളുടെ പാസ്ബുക്ക് എന്നിവ എടുക്കും, പാസ്പോർട്ട് എടുക്കുന്നതായിരിക്കും. തുടങ്ങിയവയെല്ലാമായിട്ടായിരിക്കും നമുക്ക് പോകേണ്ടത്. എല്ലാവരും ആധാർ കാർഡ് കയ്യിൽ കരുതുക. ഏപ്രിൽ 29 വരെ എക്സിറ്റ് പോള്, ഒപ്പീനിയൻ പോള് എന്നിവയെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. നിരോധനം മറികടന്ന് ഏതെങ്കിലും വിധത്തിലുള്ള എക്സിറ്റ് പോൾ, അഭിപ്രായ സർവേ മാധ്യമങ്ങൾ മുഖേന പരസ്യപ്പെടുത്തുന്ന, സംരക്ഷണം ചെയ്യുന്ന എല്ലാ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും പത്രപ്രസിദ്ധീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുഖേനയുള്ള നടപടികൾക്ക് വിധേയമാകുന്നതായും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നിശബ്ദമായിട്ട് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിന് ശേഷം വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നാളെ പോളിംഗ് ദിവസവും അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രതയായിരിക്കുക. അനാവശ്യമായി തന്നെ പുറത്തിറങ്ങി അനാവശ്യ പ്രശ്നങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മാത്രമല്ല, നാളെ അവധിയാണ് എന്ന കാര്യം ആലോചിക്കുക. ഡ്രൈ ഡേ ആണ്. ഇന്നലെ വൈകുന്നേരം മുതൽ നാളെ പോളിംഗ് പൂർത്തിയാകുന്നത് വരെ ബിവറേജസ് ഒന്നും തന്നെ, ഔട്ട്ലെറ്റുകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്.